നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് കേട്ടോ ഒരു പ്രത്യേക കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ സ്വന്തം വീട് തൃശ്ശൂരാണ്, എല്ലാവർക്കും അറിയാലോ. പക്ഷേ എൻ്റെ അമ്മയുടെ വീട് പാലക്കാടാണ്. അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊണ് കഴിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ മീൻ കറിയും ഒക്കെ കഴിച്ചതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ട് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് ചോറിൻ്റെ കൂടെ മുളക് വറുത്താപ്പുളി ഉണ്ടാക്കിയാലോ എന്നുള്ള ഒരു ചിന്ത വന്നത്. അത് പാലക്കാടാണ് എൻ്റെ അമ്മയുടെ വീട്. അപ്പോൾ എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ ഭാര്യ, അതായത് അമ്മായി, എപ്പോഴും ഉണ്ടാക്കുന്ന രുചികൾ, അവർ കൂടുതലായിട്ടും വെജിറ്റേറിയനാണ്, ഒട്ടും നോൺ വെജ് കഴിക്കാറില്ല. അപ്പോൾ അവരെപ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികൾ ഉണ്ടാക്കുമ്പോൾ അതിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ മുളക് വറുത്താപ്പുളി എന്ന് പറഞ്ഞാൽ. ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ, പ്രത്യേകം എടുത്ത് പറയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചോറ് കഴിക്കുന്നതിൻ്റെ കുറച്ചും കൂടി കൂടുതൽ ഈ കറി കൂട്ടുമ്പോൾ കഴിക്കും. അത് കറി എന്നൊന്നും പറയാനില്ല, രസത്തിനേക്കാളും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പക്ഷേ കുറേ ചോറുണ്ണാനും പറ്റും. അപ്പോൾ അതാണ്, അതിൻ്റെ കൂടെ ഒരു പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ചോറ് കുശാലായി, അന്നത്തെ ഊണ് കുശാലായി എന്ന് പറയാം. അപ്പോൾ ഇന്ന് ഞാൻ അതാണ് പെട്ടെന്ന് ഓർത്തത്. അന്ന് ആ ഒരു ഓർമ്മ എനിക്ക് ഞാൻ തൃശ്ശൂർക്കാരിയാണെങ്കിലും പാലക്കാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പാലക്കാട് എപ്പോഴും ഒരു നൊസ്റ്റാൾജിക് പ്ലേസ് എന്ന് പറഞ്ഞാൽ പാലക്കാടാണ്. പണ്ട് വെക്കേഷനൊക്കെ ആകുമ്പോൾ പാലക്കാട്ടേക്കൊക്കെ പോകുന്ന ഒരു ഓർമ്മ ഈ ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്ക് തോന്നി. അതുകൊണ്ട് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോറാണിത്. ചോറ്, കടല ഉപ്പേരി, മെഴുക്ക് പുരട്ടി, കടല പൊരിയൽ, കടല തോരൻ എന്നൊക്കെ പറയും. ഇത് ചെമ്മീൻ ചമ്മന്തി സ്പെഷ്യലാണ്. പിന്നെ നമ്മുടെ സ്വന്തം മുളക് വറുത്താപ്പുളിയും. ഇതും കൂടി കൂട്ടി കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ സ്വർഗം എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ ഇടാം. യൂട്യൂബിൽ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. സൂപ്പറാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ ഊണ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അടിപൊളിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കഴിച്ച് നോക്കണം, എല്ലാവരും പാചകം ചെയ്ത് നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ കാണാം. ഓക്കെ, ബൈ ബൈ.